ഇന്നത്തെ വീഡിയോയില് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇപ്പൊ ഞാൻ ദേവു മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറെ കാലമായില്ലേ വീഡിയോകള് വരാത്ത വീഡിയോയിൽ ഇപ്പൊ കൊയിലാണ്ടി പോയിട്ട് കുറെ ദിവസമായി. പിന്നെ നമ്മളെ മക്കള് കുഞ്ഞു സിദ്ധു വന്നിട്ടില്ല. അത് ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ഇട്ടത് അവര് പോകുന്നതിന്റെ മുന്നേ ഉള്ളതാട്ടോ. ഏച്ചി കൂടാൻ വന്ന സമയത്ത്, പ്രസീജി കൂടാൻ വന്ന സമയത്ത്. അപ്പൊ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരാളോട് മറുപടി പറയാതെ ഞാൻ വീഡിയോയിൽ പറയാൻ ചോദിച്ചിട്ട് അവര് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വരുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ ദേവു ഉള്ളത്. ഇന്ന് ഇപ്പൊ ഞാനും ദേവുള്ള എനിക്കും അങ്ങനെ തന്നെ എണ്ണ ഇടാനും പിന്നെ അമാതിരി പിന്നെ എന്തെങ്കിലും മുഖത്ത് പാക്ക് കാര്യങ്ങൾക്കൊക്കെ ഓളും ചെയ്യലുണ്ട്. അപ്പൊ പിന്നെ മുടി കൊഴിയുന്ന ടൈം ആകുമ്പോ ഞാൻ പിന്നെ എടുത്തേക്കും വരും. എന്താ ചെയ്യണ്ടേ അമ്മ? അല്ലെ തൈര് വെളിച്ചെണ്ണയിലാക്കി തേക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ചുട്ടുവൈദ്യങ്ങള് എന്താ പറയാ ടിപ്സ്, അങ്ങനെയുള്ള ടിപ്സിനൊക്കെ ഓളെന്റെ കയ്യിൽ വരും കേട്ടോ. അല്ലാണ്ട് ഓളറിയാൻ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുളിക്കുന്നില്ല, രക്ഷയില്ല, അല്ലെടുത്ത് കുളിപ്പിക്കാൻ പറ്റുന്ന പ്രായം കഴിഞ്ഞല്ലോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളെ വീഡിയോയിലേക്ക്, ഇന്നത്തെ നമ്മളെ ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും ആണല്ലോ ദേവുവിനെ കയ്യിൽ കിട്ടുക. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ ഞാൻ പുരട്ടി കൊടുത്തിട്ടോ. പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത്. അപ്പം തന്നെ ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്കും നീ തിരിച്ചിങ്ങോട്ട് ചെയ്ത് തരണം കേട്ടോ. ഞാൻ കുറച്ച് നീലാമരി പൊടി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഹെന്ന ചെയ്തിട്ട് അതിന് ഇന്നാട്ടോ നീലാമരി പൊടി തേക്കൽ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു കറുത്ത കളറ് നമുക്ക് ശരിക്കും എഫക്റ്റ് ചെയ്യലുണ്ട് കേട്ടോ. പിറ്റേ ദിവസം തേക്കുമ്പോൾ അന്ന് തന്നെ തേക്കുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഇത്രയും നല്ല കറുപ്പ് കിട്ടൂല. പിന്നെ അതിന് ശേഷം കുറച്ച് രക്തചന്ദന പൊടിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി കേട്ടോ. അവൾക്ക് നിറയെ നന്നായിട്ട് മുഖക്കുരുണ്ട്, നെറ്റീമലൊക്കെ നന്നായിട്ട് മുഖക്കുരുണ്ട്. ഇപ്പോൾ രക്തചന്ദനത്തിൻ്റെ ആക്കുന്ന സമയത്ത് കുറച്ച് നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് എന്താ പറയുക ആയുർവേദ പീഡിയ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് തേച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ നഖം ഒന്ന് ഷേപ്പാക്കി കേട്ടോ. അവളെ നഖവും കാര്യങ്ങളൊക്കെ പിന്നെ അവൾ മുറിച്ചോളും. പിന്നെ ഇന്നലെ നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഉലുവ ഞാൻ എപ്പോഴും എങ്ങനെ ഒത്തിരി വെള്ളത്തിലിട്ടിട്ട് മുടിയിലൊക്കെ തേക്കലുണ്ട്. പക്ഷേ ദേവുവിന് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ചെമ്പരത്തീൻ്റെ ഇലയും കൂടിയും ചേർത്തിട്ടാണ് ഞാൻ ഉലുവ അരച്ചത്. അങ്ങനെയാകുമ്പോൾ ഈ തേച്ച വെളിച്ചെണ്ണയൊക്കെ തന്നെ ഒരു ഷാമ്പൂ ഇട്ട എഫക്റ്റ് നമ്മളെ മുടിക്കുണ്ടാവും കേട്ടോ. നല്ല സിൽക്കി ആയിട്ട് നിൽക്കലുണ്ട്. എനിക്കങ്ങനെ എപ്പോഴും അത് ഫീൽ ചെയ്യലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ദേവു ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തേക്കലില്ല. ഇതാ ശരിക്കും നമ്മൾ പണ്ടേ ഉപയോഗിച്ചിരുന്ന ചെമ്പരത്തി താളി കേട്ടോ. ഇതിൽ കുറച്ച് ഉലുവ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഇതൊരു സിൽക്കി ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇങ്ങനെയൊക്കെ ഒരാൾ തേച്ചും കൂടെ ഒരു പാക്കെല്ലാം ഇട്ട് തരിക എന്ന് പറയുമ്പോൾ അതൊരു സുഖമാണല്ലോ. അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു ഈ പേടിക്കണ്ട, വെളിച്ചെണ്ണ എണ്ണയൊന്നും തലയിൽ ഉണ്ടാവില്ല. കാരണം ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടാട്ടോ മുടി നിൽക്കുക. ഇത് നമ്മൾ ഷാമ്പു തേച്ച് അതേ എഫക്റ്റിൽ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് മുടി നിൽക്കും. പേഴ്സണൽ ഹൈജീനിന് വേണ്ടി ഞാൻ ദേവുവിന് കൊടുക്കാറുള്ളത് എവർട്ടീൻ്റെ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈനാണ് കേട്ടോ. ഇത് 100% നേച്ചുറലാണ്. കാമോമിൽ എക്സ്ട്രാക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിന് പ്രധാനമായിട്ട് ഡിസൈൻ ചെയ്തത് ബിക്കിനി ലൈൻ, അണ്ടർആംസ് എന്നിവയുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ 72 മണിക്കൂർ മുൻപ് തന്നെ അവിടെ ഷേവ് ചെയ്തിട്ടുണ്ടാവരുത് കേട്ടോ. അതുപോലെ തന്നെ കട്ട്സോ മുറിവോ ഒന്നും തന്നെ ഉണ്ടാവരുത്. ക്ലീനായ ഏരിയയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പേഴ്സണൽ ഹൈജീനിക്കിൻ്റെ ആവശ്യകതയെ പറ്റിയൊന്നും ചിലപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും അറിഞ്ഞിരിക്കണം എന്നില്ല. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മമാരാണ്. പക്ഷെ നമുക്ക് തന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ വളരെ വിഷമമാണല്ലേ. കാരണം ഇപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലാസ്സുകളിലൂടെയും അല്ലാതെയൊക്കെ നമ്മളെ മക്കൾക്ക് പേഴ്സണൽ ഹൈജീനിക്കിൻ്റെ ആവശ്യകതയെ പറ്റി അറിയുന്നുണ്ട്. ഇതാ ഈ പാക്കിൽ ടിന്നായിട്ടാട്ടോ വരുന്നത്. അതായത് 2 ക്രീം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഒരു സ്പാച്ചൽ വരുന്നുണ്ട്. 2 ഗുളിക പോലുള്ള 2 ടിഷ്യൂ വരുന്നുണ്ട് കേട്ടോ. ഈ ടിഷ്യൂവിൻ്റെ ഉപയോഗമെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അതുപോലെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ആ യൂസർ മാനുവൽ നോക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് പേഴ്സണൽ ഹൈജീനിന് വേണ്ടി റേസർ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള ഹെയർ റിമൂവർ ക്രീം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ച ഈ ടിഷ്യൂ ഉണ്ടല്ലോ, അതായത് ഗുളിക രൂപത്തിലുള്ള ടിഷ്യൂ, അത് നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് ഒരു 2 മിനിറ്റിന് ശേഷം എടുത്താൽ നല്ല വലുപ്പത്തിലായി വരും കേട്ടോ. നല്ല വലുപ്പത്തിലുള്ള ഏകദേശം ഒരു ടവൽ രൂപത്തിൽ വലുപ്പത്തിൽ ഈ ടിഷ്യൂ പേപ്പർ വലുതായി വരും. എന്നിട്ട് അതിന് ശേഷം ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യേണ്ടത്. അതായത് ഏകദേശം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ്, ചിലപ്പം എയറിൻ്റെ തിക്നെസ് അനുസരിച്ച് കുറച്ച് ടൈം അങ്ങോട്ട് മാറിയേക്കാം. ആ ടൈമിൽ നമ്മൾ ഈ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ.
സാധാരണ ഹെയർ റിമൂവർ ക്രീം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർഡ് സ്മെല്ലൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. അതേപോലെ തന്നെ നമുക്കൊരു ഇറിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ, ആ ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല, ബേണിങ് ഉണ്ടാവില്ല, പുകച്ചിലുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ അടിപൊളിയായിട്ട് നല്ല സിൽക്കി സ്മൂത്തി ഷൈനി ആക്കി വെക്കും കേട്ടോ ഇത്. എല്ലാവരും പേഴ്സണൽ ഹൈജീൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. അപ്പൊ എവർട്ടീൻ്റെ ഒരു ഹെയർ റിമൂവൽ ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളെ കലാപരിപാടികള്. അതിന്റെ മുടിയൊക്കെ ആക്കി വൃത്തിയാക്കി എല്ലാം ആക്കി ഇപ്പം പോകുന്ന എങ്ങോട്ടെന്ന് വെച്ചാല് ഒരു വീട്ടിൽ കൂടലുണ്ട്, കുറേ കൂടലുണ്ട്, കുറെ ആൾക്കാർ അറിയാത്തുണ്ടാവും, കുറേ കൂടലുണ്ട്. അപ്പൊ അതിനു വേണ്ടി പോവാന്ന്. പിന്നെ ദൈവം വരുന്നില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.